ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇഷ്ടമാതരം സീരിയലിലെ നാളത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ ഇഷിതയും മഹേഷും ഭയങ്കര സന്തോഷത്തിലാണ്. നാളെയാണല്ലോ ട്രിപ്പ് പോണത്. അതിന്റെ നല്ല സന്തോഷം രണ്ടുപേരുടെ മനസ്സിൽ നന്നായിട്ടുണ്ട് കേട്ടോ. ആ ദിവസമാണ് രാത്രി വിളിച്ചിട്ട് ആദി ഈ ഒരു കാര്യങ്ങളൊക്കെ പറയാണ്. ഇവിടെ ഒരു ആന്റി വന്നിട്ടുണ്ട്, സുമിത എന്നാണ് പേര്. ഡാഡിനെ വേണ്ടി പൊരുതാൻ വേണ്ടിയിട്ട് ആകാശങ്ങൾ വിളിച്ചു അടുത്തതെന്ന് എനിക്ക് സംശയമുണ്ട്. അത് മാത്രമല്ല, മമ്മിയുടെ സമയത്ത് ആകാശങ്ങളും ആ സുമിതാന്റിയും എന്തൊക്കെയോ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഡാഡിയുടെ പേരാ കൂടുതലും പറയേണ്ടത്. ഡാഡി സൂക്ഷിക്കണം കേട്ടോ എന്നൊക്കെ ആദ്യം ഫോൺ ചെയ്ത് ഇഷിതയുടെ അടുത്ത് മഹേഷിന്റെ അടുത്ത് പറയണം. ഈ ആദ്യയുടെ ഒരു റൂമിൽ നിന്ന് രാത്രി എന്തൊക്കെയോ സംസാരിക്കുന്ന ഒച്ച കേൾക്കുന്നുണ്ടല്ലോ എന്ന് ആകാശിനെ മനസ്സിലാവാണ്. ആകാശ് പതുക്കെ ചെവി വാതിലിന്റെ സൈഡിൽ വെച്ച് ഇങ്ങനെ ചെവി കോർത്ത് ഇങ്ങനെ കേൾക്കോട്ടെ. അപ്പൊ ആദ്യം ഇങ്ങനെ സംസാരിച്ചിട്ട്, ശരി ഡാഡി, ഞാനെന്ന് വെക്കുവാണ്, ഹാപ്പി ജേർണി, നാളെ സുഖമായിട്ട് പോയിട്ട് വാ. മോന് എന്താ മേടിച്ചോണ്ടിരുന്നത് വരുമ്പോൾ? ഓ, എനിക്കൊന്നും വേണ്ട ഡാഡി, നിങ്ങളെ സന്തോഷത്തോടെ പോയിട്ട് വന്നാൽ മതി എന്നൊക്കെ ആദ്യം പറഞ്ഞിട്ട് ഫോൺ കട്ടയാട്ടോ. അത് കേൾക്കുമ്പോൾ ഇഷിതക്ക് മഹേഷിന് വല്ലാത്ത വിഷമം തോന്നാണ്. പാവം മോൻ, അവന് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. രചനനെ ആലോചിച്ചിട്ട് അവൻ ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ അതിനോട്ട് രചനയുടെ വിചാരിച്ച് മാത്രം അതൊക്കെ മനസ്സിൽ ഒളിപ്പിച്ച് അവൻ ജീവിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഭയങ്കര വിഷമത്തിലാട്ടോ. ആദ്യം ഫോം വെച്ച് കഴിയുമ്പോൾ തന്നെ റൂം വലിച്ച് തുറന്ന് അകത്തേക്ക് വരുവാണ് ആകാശ്. ആകാശ് അങ്കിളുടെ മാനേഴ്സില് ഒരാളുടെ റൂമിൽ ഇങ്ങനെയാണോ വരുന്നത്? അതേടാ, ഞാൻ ഇങ്ങനെ തന്നെ വരുള്ളൂ. നീ ആരെയാണ് ഈ പാതിരാത്രി ഫോൺ വിളിച്ച് സംസാരിച്ചത്? ഞാൻ ആരെങ്കിലും ആവും. ആകാശ് അങ്കിൾ രാത്രി ഫോൺ വിളിച്ച് പലയിടത്തും സംസാരിക്കുമ്പോൾ ഞാൻ ഇടപെടാറുണ്ടോ? ഇല്ലല്ലോ. ആഹാ, കൊള്ളാലോടാ നീ, ഇത്ര ചെറുപ്പത്തിൽ തന്നെ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തുടങ്ങിയോ? അതെ, ഞാൻ ചെറുതല്ല, വലുതാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ പല ഇതും എനിക്ക് മനസ്സിലായത് എന്ന് പറയണം. ആഹാ, എങ്കിലേ നീ നിന്റെ ഡാഡിനെ വിളിച്ച് പറഞ്ഞതൊക്കെ ഞാൻ കേട്ടിടാം. ഓഹോ, അങ്കിളിനാ എന്നെ തല്ലണമെന്ന് തോന്നുന്നുണ്ടോ? തല്ലിക്കോ, പക്ഷെ എന്നെ ഒരു പ്രാവശ്യം തല്ലിയാലേ ഡാഡി അങ്കിളിനെ 100 പ്രാവശ്യം തല്ലും. അത് അങ്കിളിനെ കേൾക്കാൻ വേണമെന്നുണ്ടെങ്കിൽ അങ്കിൾ എന്നെ തല്ലിക്കോ എന്ന് പറയണം. അത് കേൾക്കണതും ആകാശാകെ ചമ്മി നാണം കെട്ട് അവിടെ നിന്ന് അങ്ങ് പോവുക കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ ഇഷിതയാണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോണ തിരക്കിലാണ്. അപ്പൊ മഹേഷ് പറഞ്ഞിട്ട്, തനിക്ക് ഹോസ്പിറ്റലിൽ ഇറങ്ങാൻ സമയമോ? ഇല്ല മഹേഷ്, ഇനിയും കുറെ സമയമുണ്ട്, 1.5 മണിക്കൂറുണ്ട്. ആണോ? എങ്കിലേ കാർ എടുത്തിട്ട് വരണമായിരുന്നു. പിന്നെ കുറച്ച് ഒക്കെ ഉണ്ട് എന്ന് പറയുമ്പോഴേക്കും, അതിനെന്താ, എന്റെ കാർ കൊണ്ടുവയ്ക്കോ? പർച്ചേസ് കഴിയുമ്പോഴേക്കും മഹേഷിന്റെ കാറും കൊണ്ട് കൊണ്ടുവന്നാൽ മതിയല്ലോ എന്ന് പറയാണ്. ആ സമയത്ത് മഹേഷ് എന്ന് തന്റെ കാറിന്റെ കീ തരാൻ വേണ്ടി പറയണം. അങ്ങനെ ഇഷിതയാണെന്നുണ്ടെങ്കിൽ കാറിന്റെ കീ മഹേഷിനെ കൊടുക്കുക കേട്ടോ. അപ്പൊ മഹേഷ് സന്തോഷത്തോടെ കീ വാങ്ങിക്കുകയാണ്. കീ വാങ്ങിച്ചതിന് ശേഷം മഹേഷ് ശരിയെന്നാ പോയിട്ട് വരാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് മഹേഷ് അവിടെ സന്തോഷത്തോടെ ഇറങ്ങാണ്. ആ സമയമാണെങ്കിൽ രചന സുമിതയുടെ അടുത്ത് പറയുന്നുണ്ട്, സുമിത, നമുക്ക് ഇഷിതയുടെ മഹേഷിന്റെ ഫ്ലാറ്റ് വരെ ഒന്ന് പോയാലോ? ഇഷിത ആ കാറിൽ കയറി ആക്സിഡന്റ് പറ്റുന്നത് നമുക്ക് ലൈവായിട്ട് കാണാലോ എന്നൊക്കെ പറയാണ്. അങ്ങനെ സുമിതനെ വിളിച്ചോണ്ട് രചന അവരുടെ ഫ്ലാറ്റിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കട്ടെ. ഇഷിതയുടെ കാർ ഇങ്ങനെ നോക്കി നിൽക്കണം. ഉടനെ തന്നെ മരണം സംഭവിക്കാൻ പോകുന്ന കാറാണ് എന്നൊക്കെ പറഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രചന. ആ സമയത്താണ് രചനയെ ഞെട്ടിച്ചുകൊണ്ട് ആ കാറിലേക്ക് മഹേഷ് കയറുന്ന കേട്ടോ. അത് കാണുമ്പോ തന്നെ രചന മഹേഷ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങാൻ പോകുമ്പോഴേക്കും സുമിതക്ക് സന്തോഷാവാണ്. ആഹാ, ഇഷിതേനെ കൊല്ലാൻ വേണ്ടി വെച്ചതാണ്, മഹേഷ് മരിക്കുമെങ്കിൽ ഓ സന്തോഷം, അതിസന്തോഷം എന്നൊക്കെ വിചാരിക്കുകയാണ് സുമിത. നീ എന്താ ചെയ്യണത്? മഹേഷിനെ വിളിക്കുകയൊന്നും വേണ്ട. പിന്നെ എന്റെ മഹേഷും എന്റെ കൺമുമ്പിൽ മരിക്കണത് ഞാൻ കാണണോ? ഇപ്പൊ മഹേഷിനെ വെച്ചാൽ എന്താ വിളിച്ചെന്നും കാറിൽ കയറിയതെന്ന് പറഞ്ഞാലേ എന്തുകൊണ്ട് കാറിൽ കയറിയതെന്ന് പറഞ്ഞെന്നും അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കും. പിന്നെ വലിയ പോലീസ് കേസും കാര്യങ്ങളൊക്കെ ആവും. രചന, നീ മിണ്ടാതിരിക്കുക എന്നൊക്കെ പറയാണ്. മഹേഷ് എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, മഹേഷിന് ഒന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് രചന കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ടെങ്കിൽ മഹേഷ് അപ്പൊ തന്നെ കാറിൽ കയറിയിട്ട് വേഗം തന്നെ കാർ എടുത്തിട്ട് ഇങ്ങനെ പോകുക കേട്ടോ. ആ സമയമാണെന്നുണ്ടെങ്കിൽ തൊട്ടു പിന്നിൽ തന്നെ നമ്മുടെ രചനയും സുമിതയും തൊട്ടു പിന്നിൽ തന്നെ അവരുടെ കാറും പോകുന്നുണ്ട്. വേഗം സ്പീഡിൽ പോവാണ്. ഹോൺ അടിച്ച് മുമ്പിലേക്ക് പോകുന്നുണ്ട്. മഹേഷിന്റെ കാർ ഒന്ന് മുമ്പിലേക്ക് പോവാതിരിക്കണം. അപ്പൊ 1 കിലോമീറ്റർ കൂടുതൽ താണ്ടില്ലെന്ന് ഗുണ്ട പറഞ്ഞല്ലോ. അത് തന്നെ രചന മനസ്സിൽ കയറണം. ഈശ്വര, 1 കിലോമീറ്റർ ആവുന്ന മുമ്പ് തന്നെ ആക്സിഡന്റ് സംഭവിക്കുമല്ലോ. ഇതാണെങ്കിൽ മെയിൻ സിറ്റിയാണ്. ഇപ്പൊ ഭയങ്കര തിരക്കുള്ള സമയമാണ്. മഹേഷ് എന്തിനു സംഭവിക്കും? ഈശ്വരന്റെ അത്യാഗ്രഹം കാരണം മഹേഷ് ആണല്ലോ അപകടത്തിൽ പെടുന്നത് എന്നൊക്കെ പറഞ്ഞ് രചന ഇങ്ങനെ വേഗം കാർ ഇങ്ങനെ ഓടിക്കാട്ടോ. പെട്ടെന്നാണ് ആ കാഴ്ച രചന കൺമുമ്പിൽ കാണുന്നത്. മഹേഷിനെ പെട്ടെന്ന് വണ്ടിക്ക് ബ്രേക്ക് കിട്ടുന്നില്ല. മഹേഷ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെട്ടിക്കാനും അതുപോലെ തന്നെ ബാക്കിയുള്ളവർക്ക് ആക്സിഡന്റിൽ അപകടം പറ്റാതിരിക്കാനൊക്കെ മഹേഷ് ശ്രമിക്കുന്നുണ്ടെങ്കിൽ മാറുന്നൊക്കെ പറയാണ്. പക്ഷെ മഹേഷിനെ ഹോണൊക്കെ അടിച്ചിങ്ങനെ അങ്ങനെ ഒരുപാട് വണ്ടിയൊക്കെ മാറ്റി എവിടെയെങ്കിലൊക്കെ ഒരു മണലിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ പതിക്കൊന്ന് നിർത്താൻ ചിലപ്പോൾ ഒന്നിനും പറ്റുന്ന വണ്ടി ഭയങ്കര സ്പീഡിൽ പോവാട്ടോ. അങ്ങനെ മഹേഷിന്റെ വണ്ടി ആക്സിഡന്റിൽ പെടുമ്പോൾ തന്നെ രചന അത് നേരിട്ട് കാണുന്നുണ്ട്. രചന വേഗം തന്നെ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് മഹേഷ് ഒന്ന് പോകുമ്പോഴേക്കും സുമിത രചന മഹേഷിന്റെ കയ്യിൽ പിടിച്ചിട്ട് രചനയുടെ കയ്യിൽ പിടിച്ചിട്ട്
വലിച്ച് കാറി കയറ്റാണ്. നീ എന്ത് പൊട്ടത്തരവാ കാണിക്കണത്? ഇപ്പൊ എങ്ങാണ്ട് നീ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നീ എന്തിന് ഇവിടെ എത്തി, എങ്ങനെ കറക്റ്റ് സമയത്ത് അവിടെ എത്തി, മഹേഷിനെ രക്ഷിച്ചു, പല ക്വസ്റ്റ്യൻസ് ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് രചന വണ്ടി കയറ്റി വേഗം തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ് സുമിത. അതേസമയം ഇഷിതയാണെങ്കിൽ വീട്ടിലിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പ്രിയാമണി ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. മോളെ നീ ഫ്ലാറ്റിലുണ്ടോ? ഉണ്ടമ്മേ. എന്താ അമ്മേ, എന്താ കാര്യം? മോളെ അച്ഛൻ പെട്ടെന്ന് തലകറങ്ങി വീണു, അച്ഛൻ എഴുന്നേക്കുന്നില്ലെന്ന് പറയാണ്. അത് വേറൊരു ഷോക്കാവാണ്. ഇഷിത ഷോക്കായിട്ട് വേഗം തന്നെ വീട്ടില് ഇങ്ങനെ കയറുമ്പോഴേക്കും നോക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെ തളർന്നൊടുങ്ങി കിടക്കാട്ടോ. അച്ഛൻ എന്ത് സംഭവിച്ചെന്ന് അറിയില്ല. അപ്പോൾ ഇഷിതയാണെങ്കിൽ അച്ഛനെ താങ്ങി പിടിച്ചിട്ട് വേഗം ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അതേ ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ് മഹേഷിനെ ആക്സിഡന്റ് ആയിട്ട് കൊണ്ടുവരുന്നത്. ഇഷിതക്ക് ഷോക്കായി പോണം, കാരണം അച്ഛനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി അങ്ങോട്ടും ഇങ്ങോട്ടും അച്ഛൻ എന്ത് സംഭവിച്ചു എന്ന് അറിയില്ല. അപ്പോൾ അച്ഛനെ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു ആക്സിഡന്റ് കേസ് അങ്ങോട്ട് വരുന്നത്. അപ്പൊ ആക്സിഡന്റ് ആണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആരെയാണ് ആക്സിഡന്റ് ആയെന്ന് ഇഷിതക്ക് അറിയില്ല. അപ്പൊ ഇഷിത പെട്ടെന്നാണ് യാദൃശ്ചികമായിട്ടാണ് മഹേഷ് ഇങ്ങനെ കാണുന്നത്. മഹേഷിനെയാണ് ഇങ്ങനെ സ്ട്രക്ചറിലേക്ക് എടുത്തിക്കൊണ്ട് പോണത് ഇഷിത കാണുക കേട്ടോ. അത് കാണുമ്പോൾ ഇഷിതക്ക് ഷോക്ക് ആണോ. ഇഷിത മഹേഷ് എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ അങ്ങോട്ട് പോകുകയാണ്. എന്ത് പറ്റി നോക്കുമ്പോൾ ആക്സിഡന്റ് പറ്റിയതാണ് മേഡം എന്ന് പറയണ്ടേ. ഇഷിത തല ഇങ്ങനെ വെച്ച് ഇങ്ങനെ പൊട്ടിക്കറിയാണ്. ഈശ്വര മഹേഷ് ആണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഈശ്വര എന്ത് ചെയ്യും, ഒരു വശത്ത് അച്ഛൻ ഒരു വശത്ത് മഹേഷ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷിത ആകെ തളർന്ന് ഒടിഞ്ഞു പോകുക കേട്ടോ. അതേസമയം വീട്ടിലെത്തിയ രചനയാണെങ്കിൽ എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം സുമിത എടുത്ത് പറയുമ്പോൾ സുമിത പറയണ്ട്, നീ ഇപ്പൊ പോവണ്ട, പോയി കഴിഞ്ഞാല് വലിയ വലിയ പ്രശ്നങ്ങളാകും, അതുകൊണ്ട് നീ ഇപ്പൊ പോവാൻ നിൽക്കണ്ട, അവിടെ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, എന്റെ മഹേഷ് മരിച്ചു പോകും സുമിത, എനിക്കറിയില്ല എന്ത് പറയാനാ, എനിക്കൊന്നും അറിയില്ല എന്ന് ചിലപ്പോൾ മരിക്കുമായിരിക്കും, ചിലപ്പോൾ കോമ സ്റ്റേജിൽ എങ്ങാനും ആകുമായിരിക്കും എന്നൊക്കെ പറയാണ്. അപ്പൊ ഇവർ തമ്മിൽ ഇങ്ങനെ സംസാരവും ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആദ്യം ശ്രദ്ധിക്കുന്നുണ്ട്. അവനിങ്ങനെ ക്ലാസ്സിൽ പോണ സമയത്താണ് ഇവരുടെ സംസാരവും ആ ഒരു പരവേശമൊക്കെ കാണും. അപ്പൊ ആദ്യം വന്നിട്ട് രചനയോട് ചോദിക്കണ്ട്, മമ്മി എന്ത് പറ്റി മമ്മി, മമ്മി ആകെ ടെൻഷൻ പോലെ. ഒന്നുമില്ല മോനെ എന്ന് പറയുമ്പോൾ സുമിത പറയണ്ട, അതോ ആകാശങ്ങളും മമ്മീനെ പറഞ്ഞു, അതിന്റെ ഒരു ടെൻഷനാ മമ്മിക്ക് എന്ന് പറഞ്ഞു. സത്യമായിട്ടും അത് തന്നെയാണോ? ആകാശങ്ങളാണെങ്കിൽ ഇന്നും ഇന്നലെയോ അല്ലല്ലോ വഴക്ക് പറയാൻ തുടങ്ങിയിട്ട് കുറെ നാളായിട്ട് വഴക്ക് പറയുന്നുണ്ട്. പിന്നെ മമ്മിക്ക് ഇപ്പൊ മാത്രം ഇത്ര ടെൻഷനും വിഷമവും ഒക്കെ എന്ന് ചോദിക്കുമ്പോ ഒന്നുമില്ല മോനെ എന്ന് പറയണ്ട്. അപ്പൊ ആദ്യമൊക്കെ ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ടോ, ഇത് മമ്മി എന്താ ഇങ്ങനെ വിഷമിച്ചു കാര്യമാണ്, ആരും മരിച്ച പോലെയാണെങ്കിൽ എന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തന്നെ ആദ്യമൊക്കെ സംശയവും കാര്യങ്ങളൊക്കെ തോന്നുവാണ്. അതിനുശേഷം ഇഷിതക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇഷിത അപ്പൊ തന്നെ രാമനാഥനെ വിളിക്കുന്നുണ്ട്, അച്ഛാ ഇങ്ങനെ മഹേഷ് ഇങ്ങനെ ആക്സിഡന്റ് പറ്റിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ടാ, വേറെ ആർക്കും പറയണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുകയാണ്. രചനയാണെങ്കിൽ മഞ്ജുവിനെ വിളിച്ചിട്ടും കാര്യം ചോദിക്കുന്നുണ്ട്. മഹേഷ് ഇങ്ങനെ ആക്സിഡന്റ് ആയി, നീ ഒന്ന് പോയി അന്വേഷിച്ചിട്ട് എന്നോട് വന്ന് പറയണമെന്ന് പറയുമ്പോ മഞ്ജും അത് ആൾക്കാരെ കൂട്ടി, അയ്യോ ഇഷിതയുടെ കാർ എടുത്തോണ്ട് പോയിട്ട് ഇഷിത കൊല്ലാൻ നോക്കിയേന്ന് പറഞ്ഞിട്ട് അത് വേറൊരു ഭാഗത്ത് അങ്ങനെ ആകുന്നു. എന്തായാലും അങ്ങനത്തെ കുറെ ഭാഗങ്ങളാണ് നമ്മൾ നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകട്ടോ. മഹേഷിന്റെ ആക്സിഡന്റ് തന്നെയാണ് നാളത്തെ എപ്പിസോഡിൽ മെയിൻ ആയിട്ട് കാണുന്നത്. പിന്നെ നമ്മുടെ മാഷിന് എന്ത് പറ്റിയെന്ന് അറിയില്ല, കുഴഞ്ഞ് വീണിട്ടുണ്ട്, അനക്കമൊന്നും ഇല്ലാതെയാണ് കിടക്കുന്നത്. ഇഷിതയുടെ അവസ്ഥയാണെങ്കിൽ മഹേഷ് ആണെങ്കിൽ മരണത്തിനും ജീവിതത്തിനും ഇടക്കാണ്. ഡോക്ടർമാർ വിട്ടുകളഞ്ഞു, അതായത് മഹേഷിനെ രക്ഷപ്പെടില്ല എന്ന് തന്നെ ഡോക്ടർമാർ പറഞ്ഞു. എന്തായാലും ഇഷിത മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന പ്രൊമോയിൽ പറഞ്ഞത് കൊണ്ട് തന്നെ മഹേഷിന് ഒരു കുഴപ്പം ഉണ്ടാവില്ല. തലയൊക്കെ മുടിയൊക്കെ മൊട്ടടിച്ച് ഇനിയിപ്പോ കോമ സ്റ്റേജിലാകുമോന്നും അറിയില്ല. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.